നമസ്കാരം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പ്രണയത്തിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്നുള്ളതാണ്. ആദ്യം നമുക്ക് സ്പ്രെഡ് എടുക്കാം. 6 കാർഡുള്ളൊരു സ്പ്രെഡാണ് ഞാനിവിടെ എടുക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. Ace of Swords, 8 of Swords, Knight of Pentacles, 6 of Pentacles, the High Priestess, King of Pentacles. ഇതാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന സ്പ്രെഡ്. നമുക്ക് വിശദമായ വായനയിലേക്ക് പോകാം. ആദ്യം ലഭിച്ച കാർഡ് ഏസ് ഓഫ് സോർഡ്സ് ആണ്. ഈ കാർഡ് ഒരു പ്രണയബന്ധത്തിൽ മൂന്നാമതൊരാളുടെ സാന്നിധ്യം നേരിട്ട് സൂചിപ്പിക്കുന്നില്ല, മറിച്ച് പങ്കാളിയുമായി തുറന്ന് സംസാരിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് സൂചിപ്പിക്കുന്നത്. ബന്ധത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായ ധാരണ ലഭിച്ചുവെന്ന് ഈ കാർഡ് സൂചിപ്പിക്കുന്നു. മൂന്നാമതൊരാളെ ഈ കാർഡ് ഉറപ്പിച്ചു പറയുന്നില്ല, എന്നാൽ ബന്ധത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളോ സത്യം മറച്ചുവെക്കലോ ഉണ്ടെങ്കിൽ അത് വ്യക്തമാക്കണമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു. നിങ്ങളുടെ പ്രണയത്തിൽ തേർഡ് പാർട്ടി ഉണ്ടോ എന്ന് നമുക്ക് മറ്റു കാർഡുകൾ കൂടി പരിശോധിച്ചതിന് ശേഷം തീരുമാനിക്കാം. 8 ഓഫ് സോഴ്സ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പങ്കാളിക്ക് മറ്റൊരാളുമായി ബന്ധമുണ്ടെന്ന് നിങ്ങൾ സംശയിക്കുന്നു എന്നാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വ്യക്തി ഇല്ലായിരിക്കും എന്നാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത്. 8 ഓഫ് സോഴ്സ് എന്ന കാർഡ് പറയുന്നത് യഥാർത്ഥത്തിൽ മൂന്നാമതൊരാൾ നിങ്ങളുടെ പ്രണയത്തിൽ ഇല്ലെന്നും നിന്റെ മനസ്സ് ചിന്തിച്ചു കൂട്ടുന്നതാണ് ഇതൊക്കെ എന്നാണെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്കൊരു തേർഡ് പാർട്ടി ഇല്ലെന്നാണ് പറയുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ഈ കാർഡ് പ്രണയബന്ധത്തിലെ സ്ഥിരതയെയും വിശ്വാസ്യതയെയും സൂചിപ്പിക്കുന്നു. ഈ കാർഡ് നിങ്ങളുടെ വ്യക്തി നിങ്ങളുമായുള്ള ബന്ധത്തിൽ സ്ഥിരതയെയും വിശ്വാസ്യതയും ആഗ്രഹിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അത് ആ വ്യക്തി പൂർണ്ണമായി നൽകുന്നുവെന്നും സൂചിപ്പിക്കുന്നുണ്ട്. 6 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡ് തേർഡ് പാർട്ടി ഒരു സുഹൃത്തോ ബന്ധുവോ ആകാമെന്ന് കാണിക്കുന്നു. പക്ഷേ അതിര് വിട്ടാൽ ഈ ബന്ധം പ്രശ്നമാകുമെന്നും കാണിക്കുന്നു. ഈ തേർഡ് പാർട്ടി നിങ്ങളുടെ വ്യക്തിയെ സാമ്പത്തികമായോ വൈകാരികമായോ സഹായം നൽകുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത്. ദ ഹൈ പ്രീസസ് കാർഡ് ഒരു ദൃശ്യമല്ലാത്ത പക്ഷേ ശക്തമായ ഒരു തേർഡ് പാർട്ടിയെ കാണിക്കുന്നുണ്ട്. ഒരു രഹസ്യ പ്രേമം, മനസ്സിലുള്ള ആകർഷണം എന്നിവയെ സൂചിപ്പിക്കുന്നു. ഈ തേർഡ് പാർട്ടിയുമായി ഫിസിക്കലി യാതൊരു ബന്ധവുമില്ലെന്നും പക്ഷേ മനസ്സിൽ ശക്തമായി നിലനിൽക്കുന്നുവെന്നും കാണിക്കുന്നു. ചിലപ്പോൾ അവർ അവരുടെ എക്സിനെ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ടാവാം. ഫിസിക്കലി നിങ്ങളോടൊപ്പം മനസ്സ് മറ്റൊരാളുടെയാണെന്ന് കാണിക്കുന്നു. ഈ തേർഡ് പാർട്ടി പുറത്ത് അറിയുന്നവരായിരിക്കില്ല. നിങ്ങൾക്ക് സംശയമുണ്ടായിരിക്കാം, പക്ഷെ നിങ്ങളുടെ കയ്യിൽ യാതൊരു തെളിവുകളും ഇല്ലായിരിക്കും. കിങ് ഓഫ് പെൻറ്റക്കിൾസ് പ്രണയത്തിലെ സ്ഥിരത, സമ്പത്ത്, വിശ്വാസ്യത എന്നിവയുടെ പരമോന്നത പ്രതീകമാണ്. ഈ കാർഡ് തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്നില്ല. അപ്പോൾ നമുക്ക് കിട്ടിയ സ്പ്രെഡിൽ നിന്ന് 6 കാർഡുകളുള്ള ഈ സ്പ്രെഡിൽ ഒരു കാർഡ് മാത്രമാണ് തേർഡ് പാർട്ടിയെ സൂചിപ്പിക്കുന്നത്. ബാക്കിയുള്ള 5 കാർഡുകളും നിങ്ങളുടെ വ്യക്തി സത്യസന്ധരാണെന്നും നിങ്ങളോട് വിശ്വാസ്യത പുലർത്തുന്ന വ്യക്തിയാണെന്നും സൂചിപ്പിക്കുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ സ്പ്രെഡിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ, ഗൈഡൻസുകൾ. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.